ലോകം ഭീതിയോടെ ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധകളത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ അഹങ്കാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. 4 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധതന്ത്രങ്ങളെ പാടെ തെറ്റിച്ചിരിക്കുന്നു. 5000-ലധികം സൈനികരും 100ഓളം യുദ്ധവിമാനങ്ങളുമുള്ള ഈ ഭീമൻ കപ്പലിനെ ലക്ഷ്യം വെച്ചതിലൂടെ തങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വം ഇറാൻ ജനതയ്ക്കോ അവരുടെ പോരാട്ട വീരത്തിനോ ഒരു തിരിച്ചടിയല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ യുദ്ധത്തിൽ അവർക്ക് ലഭിച്ച ഇന്ധനമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ബങ്കറുകളിൽ ഒളിക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടിട്ടും ഭയപ്പെടാതെ നിന്ന നേതാവായിരുന്നു ഖമേനി. അസുഖം ബാധിച്ച് മരിക്കാനല്ല, രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയാകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ന് ഇറാൻ ജനത നെഞ്ചിലേറ്റുകയാണ്. ഖമേനി കൊല്ലപ്പെട്ടാൽ ഇറാൻ സൈന്യം തകരുമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ പാളിയിരിക്കുന്നു. ഖമേനിയുടെ പിൻഗാമിയായി മുജ്തബ ഖമേനി എത്തുമ്പോൾ പേർഷ്യൻ പോരാട്ട വീരൻ 10 മടങ്ങായി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മേഖലയിലെ 27ഓളം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇതിനോടകം ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിരവധി യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടുണ്ടെങ്കിലും ആ നാണക്കേട് പുറം ലോകം അറിയാതിരിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ അമേരിക്കൻ താവളങ്ങൾ കത്തിയെരിയുന്ന ദൃശ്യങ്ങൾ പോലും നാം കാണില്ലായിരുന്നു. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ലോക വ്യാപാരം തന്നെ സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സയനിസ്റ്റ് തന്ത്രം ഇറാനിൽ ഇനി നടക്കില്ല. ഭരണകൂടത്തിനെതിരെ മുൻപ് സമരം ചെയ്തവർ പോലും ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇറാനിൽ കാണുന്നത്. പലസ്തീനിലെ പാവപ്പെട്ടവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ അറച്ചുനിന്ന അറബ് ലോകത്തിന് മുന്നിൽ ഇറാൻ അയച്ച ഓരോ മിസൈലുകളും പാലസ്തീനുകളുടെ കണ്ണീരിനുള്ള മറുപടി കൂടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയോടും ഇസ്രായേലിനോടും ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ഇറാൻ കാണിക്കുന്ന ആ ചങ്കൂറ്റത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ ആർക്കും കഴിയില്ല. വരും ദിവസങ്ങളിൽ ഈ യുദ്ധം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുമെന്നത് ഉറപ്പുമാണ്.